ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റും മ്യൂച്വൽ ഫണ്ടിലും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ലാഭത്തിലുള്ള വ്യത്യാസങ്ങൾ എത്രയാണ് എന്നുള്ളതാണ്. ഏതാണ് മികച്ചത് എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. സോ ഈ ഒരു വീഡിയോയ്ക്ക് ആധാരം എൻ്റെ ഒരു കൂട്ടുകാരൻ 5 വർഷം മുന്നേ 2 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യേണ്ടായി. അത് 1 ലക്ഷം രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ടും 1 ലക്ഷം രൂപ മ്യൂച്വൽ ഫണ്ട് ആയിട്ടുമാണ് നിക്ഷേപിച്ചത്. സോ കിട്ടിയ ലാഭത്തിലുള്ള വ്യത്യാസം പുള്ളിക്കാരൻ എന്നോട് ഡിസ്കസ് ചെയ്തിരുന്നു. സോ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, കിട്ടിയ ലാഭത്തിലുള്ള വ്യത്യാസങ്ങൾ. സോ നമ്മൾ നോക്കാൻ പോകുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റും മ്യൂച്വൽ ഫണ്ടിലും കിട്ടുന്ന ലാഭങ്ങളുടെ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, സോ 5 വർഷത്തെ കണക്കാണ് നമ്മളിവിടെ എടുക്കുന്നത്. 5 വർഷം മുന്നേ നിങ്ങൾ 1 ലക്ഷം രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റിലും 1 ലക്ഷം രൂപ മ്യൂച്വൽ ഫണ്ടിലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപ തിരിച്ച് കിട്ടുമായിരിക്കും എന്നത് നമ്മൾ കണക്കൂട്ടി പറഞ്ഞുതരാം. ഓക്കെ, സോ ആദ്യം നമുക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ കാര്യം നോക്കാം. ഫിക്സഡ് ഡെപ്പോസിറ്റിലാണെങ്കിൽ ഏകദേശം ഒരു പലിശ 6.75% ആയിരുന്നു. ഓക്കെ, ഇത് 2019 കാര്യമാണ് പറയുന്നത്. 2019 ഏകദേശം 6.25% പലിശ. ഇവിടെ നിങ്ങൾ 1 ലക്ഷം രൂപയാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണത്. ഓക്കെ, സോ 2019 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ 2024 അതിൻ്റെ മെച്യൂരിറ്റി സമയത്ത് തിരിച്ച് കിട്ടിയത് 1,40,000 രൂപയാണ്. സോ 5 വർഷം കൊണ്ട് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്ത 1 ലക്ഷം രൂപ 1,40,000 രൂപയായിട്ട് മാറുന്നു. സോ നിങ്ങളുടെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഇവിടെ എത്രയാണ്? 40% നിങ്ങളുടെ പ്രോഫിറ്റ് പെർസെൻറ്റേജ്. 40% നിങ്ങൾക്ക് ഇവിടെ പ്രോഫിറ്റ് കിട്ടിയിരിക്കുന്നു. ഓക്കെ, സോ നമുക്കിനി മ്യൂച്വൽ ഫണ്ടിൻ്റെ പെർസെൻറ്റേജ് എത്രയായിരിക്കും എന്ന് നമുക്ക് കണക്കൂട്ടി നോക്കാം. സോ അതിൻ്റെ മുന്നേ നിങ്ങൾ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്കും ചെയ്യുക. ഓക്കെ, സോ മ്യൂച്വൽ ഫണ്ടിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ബാങ്കിലെ FD പോലെയല്ല മ്യൂച്വൽ ഫണ്ട്, അല്ലേ? കൃത്യമായിട്ടുള്ള ഇൻട്രസ്റ്റ് ഉള്ള സാധനമല്ല മ്യൂച്വൽ ഫണ്ട്. ഇവിടെ പ്രോഫിറ്റും ലോസും ഒക്കെ ഉള്ളൂ. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ഈ പറഞ്ഞ ആൾ ഒരു ബ്ലൂ ചിപ്പ് ഫണ്ടിലായിരുന്നു പുള്ളിക്കാരൻ ഇൻവെസ്റ്റ് ചെയ്തത്. സോ അത് 2019 സെയിം സമയത്താണ്. 2019 ഇൻവെസ്റ്റ് ചെയ്യുന്നു, 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു. തിരിച്ച് കിട്ടിയ എമൗണ്ട് എത്രയാണെന്ന് അറിയാമോ? 2024 ആയപ്പോൾ കിട്ടിയ എമൗണ്ട് 2,15,000 രൂപയായിരുന്നു. ഓക്കെ, 1 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് 5 വർഷം കൊണ്ട് 2,15,000 രൂപയായിട്ട് ആ എമൗണ്ട് മാറിയിരിക്കുന്നു. സോ എത്രയാണ് ഇവിടുത്തെ പ്രോഫിറ്റ് പെർസെൻറ്റേജ്? 115%. ഓക്കെ, 115% ഇവിടുത്തെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്കിനി ഈ രണ്ടും നമ്മളത് കമ്പയർ ചെയ്ത് നോക്കാം. ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റും മ്യൂച്വൽ ഫണ്ടും 2019 1 ലക്ഷം രൂപ വെച്ചിട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റിലും 1 ലക്ഷം രൂപ മ്യൂച്വൽ ഫണ്ടിലും ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ 2024 പുള്ളിക്കാരന് കിട്ടിയ എമൗണ്ടുകളാണ് ഈ കാണുന്നത്. 1,40,000 2,15,000. എത്രത്തോളം വ്യത്യാസമുണ്ടുള്ളത് നമ്മൾ നോക്കണം ഇവിടെ. സോ പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് അല്ലെങ്കിൽ പ്രോഫിറ്റിൻ്റെ എമൗണ്ട് 40,000 ആദ്യത്തെ കേസിൽ. ഫിക്സഡ് ഡെപ്പോസിറ്റിൽ മൊത്തം 40,000 രൂപ ലാഭം കിട്ടിയപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ കിട്ടിയ ലാഭം 1,15,000 രൂപയാണ്. സോ പെർസെൻറ്റേജ് ഇവിടെ 40%, രണ്ടാമത്തെ കേസിൽ 115%. ഓക്കെ, ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാം. എന്താണ് ഇവിടുത്തെ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റിൽ 40% ഉള്ളൂ, അല്ലേ? നമുക്ക് അങ്ങനെ പറയുമ്പോഴാണ് ഒരു അർത്ഥം വരിക. ഫിക്സഡ് ഡെപ്പോസിറ്റിൽ 40% ഉള്ളൂ, പക്ഷേ മ്യൂച്വൽ ഫണ്ടിൽ ഇട്ട ആൾക്ക് 115% കിട്ടി, അല്ലേ? പക്ഷേ ഇവിടെ ഒരു വ്യത്യാസമുണ്ട് കേട്ടോ. ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, ലോസ് ഉണ്ടാവില്ല. പക്ഷേ മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഇത് ഇവിടെ ഗ്യാരൻറ്റീഡ് അല്ല. 115% ഈ പുള്ളിക്കാരന് കിട്ടിയെങ്കിലും ഇതിവിടെ ഗ്യാരൻറ്റീഡ് അല്ല എന്നുള്ളൊരു വലിയ ഇഷ്യൂ ഉണ്ട്. നമുക്ക് നിങ്ങൾ മ്യൂച്വൽ ഫണ്ടായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യുമ്പോഴും ഇങ്ങനെ ഒരു സെൻറ്റൻസ് എഴുതി കാണിക്കും: മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആർ സബ്ജക്റ്റ് ടു മാർക്കറ്റ് റിസ്ക്, അല്ലേ? അതാണ് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ്. മ്യൂച്വൽ ഫണ്ടിലെ ഇൻവെസ്റ്റ്മെൻറ്റ് മാർക്കറ്റ് റിസ്ക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, സോ അതൊക്കെ അവിടെ ഉണ്ട്, ഒക്കെ അവിടെ ഇരിക്കട്ടെ. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾക്ക് വെബ്സൈറ്റുകൾ, പല വെബ്സൈറ്റുകളിലും എല്ലാ മ്യൂച്വൽ ഫണ്ടിൻ്റെയും കഴിഞ്ഞൊരു 5 വർഷത്തെയോ 10 വർഷത്തെയോ 2 വർഷത്തെയോ ഒക്കെ അതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ ഇതേപോലെ എമൗണ്ട് എത്ര നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എത്ര രൂപയായിട്ട് മാറി എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കണക്കൂട്ടി നോക്കാനും പറ്റും. സോ നിങ്ങളൊന്ന് ജസ്റ്റ് കണക്കൂട്ടി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് വളരെ നല്ല പ്രോഫിറ്റാണ് എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ പേഴ്സണലി എൻ്റെ കാര്യം പറഞ്ഞാൽ എനിക്കും എൻ്റെ ഫിക്സഡ് ഡെപ്പോസിറ്റിനേക്കാൾ മ്യൂച്വൽ ഫണ്ടിൽ നിന്നാണ് എനിക്ക് ലാഭം കിട്ടുന്നത് എന്ന് എനിക്ക് അടിവരായിട്ട് പറയാൻ പറ്റും. പക്ഷേ അപ്പോഴും ആലോചിക്കുക, മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്? സബ്ജക്റ്റ് ടു മാർക്കറ്റ് റിസ്ക് ആണ് എന്നുള്ള കാര്യം. ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണെങ്കിൽ ആ റിസ്ക് ഒന്നുമില്ല. നിങ്ങൾക്ക് കൃത്യമായിട്ട് അവർ പറയുന്ന പലിശ വെച്ചിട്ട് നിങ്ങൾക്ക് അവർ കൃത്യമായിട്ട് ബാങ്കിൻ്റെ FD റെസിപ്റ്റ് തരും. അതിൽ ഒരു ബോണ്ട് പോലുള്ള പേപ്പർ ആയിരിക്കും. അതിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് മെച്യൂരിറ്റി
എമൗണ്ട് എത്രയാണ് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ടാവും. 1 ലക്ഷം രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മെച്യൂരിറ്റി എമൗണ്ട് എത്രയാണെന്ന് അവർ കൃത്യമായിട്ട് പറയും. അത് 6.75 കേസിലാണ് 1,40,000. ഇൻട്രസ്റ്റ് മാറുമ്പോൾ അല്ലെങ്കിൽ കാലാവധിക്ക് മാറുമ്പോൾ വ്യത്യാസങ്ങളുണ്ടാകും. പക്ഷേ കൃത്യമായിട്ട് അവർ പറയും നിങ്ങൾക്ക് എത്ര രൂപ തിരിച്ച് കിട്ടും എന്നുള്ളത്. പക്ഷേ മ്യൂച്വൽ ഫണ്ടിലേക്ക് വരുമ്പോൾ അങ്ങനെ കൃത്യമായ കണക്കുകൾ ഉണ്ടാവില്ല. കാരണം മ്യൂച്വൽ ഫണ്ടിലേക്ക് വരുമ്പോൾ ഇവിടെ പ്രോഫിറ്റ് എന്നുള്ളത് അല്ല, പ്രോഫിറ്റോ ലോസോ ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ കുറച്ച് കാലങ്ങളായിട്ട് മ്യൂച്വൽ ഫണ്ട് പെർഫോമൻസ് വളരെ നല്ലതാണ്. വളരെ അഡ്വാൻറ്റേജ് ആളുകൾ ഇതിലൂടെ ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞൊരു 5 വർഷമായിട്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് വലിയ രീതിയിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. സോ ആ ഒരു വളർച്ചയിൽ തന്നെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, സോ എങ്ങനെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള വീഡിയോസും നമ്മൾ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ള ആളുകൾ വീഡിയോ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ.